കോഴിക്കോട് കട്ടിപ്പാറയിൽ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് എയ്ഡഡ് സ്കൂൾ അധ്യാപിക ജീവനൊടുക്കിയ കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. അധ്യാപിക അലീന ബെന്നിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അലീനയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു അധ്യാപികയുടെ ഒഴിവിലേക്കായിരുന്നു മാനേജ്മെന്റ് അലീനയെ തീരുമാനിച്ചതെന്നും അലീനയുടെ നിയമനം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. 13 ലക്ഷം രൂപ വാങ്ങിയെന്നും സ്ഥിര നിയമനം നൽകാത്ത താമരശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിനെതിരെ കുടുംബവും രംഗത്തെത്തി. എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് താമരശ്ശേരി അതിരൂപതയിലെ കോർപ്പറേറ്റ് വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട്, വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഈ അലീന ടീച്ചറുടെ മൃതദേഹം വീട്ടിലിപ്പോൾ എത്തിച്ചു, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലെത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, പ്രത്യേകിച്ചും മാനേജ്മെൻറ്റിന് ഉയരുന്നുണ്ട്. പക്ഷേ ഈ താമരശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ഈ ആരോപണങ്ങളൊക്കെ നിഷേധിച്ച് വിശദീകരണക്കുറിപ്പും ഇറക്കിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, അനീഷ്? മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാണ് അല്പസമയം മുമ്പ് അലീന ടീച്ചറുടെ മൃതശരീരം ഇപ്പോൾ കട്ടിപ്പാറയിലെ വീട്ടിലെത്തിയിരിക്കുന്നത്. ഏറെ വൈകാരികമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. കുടുംബങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവരുടെ മൃതദേഹം വീട്ടിലേക്ക് വന്നപ്പോൾ അവരുടെ ആ സങ്കടം വ്യക്തമാക്കിയത്. നാട്ടുകാരും ഇപ്പോൾ അവസാനമായി മൃതശരീരം കാണാനായി എത്തുന്നുണ്ട്. എന്തായാലും വലിയ വിവാദമായി തന്നെ ഈ വിഷയം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിലധികമായി ശമ്പളം വാങ്ങാനാവാതെ ഒരു അധ്യാപിക കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. തുടർച്ചയായി 4 വർഷത്തോളം ഒരു സ്കൂളിൽ ജോലി എടുക്കുന്നു. അവിടെ സ്ഥിര നിയമനം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുന്നു. അതേ തുടർന്ന് മറ്റൊരു സ്കൂളിലേക്ക് നിയമനം മാറ്റുന്നു. പക്ഷേ അവിടെയും ഒരു സ്ഥിര നിയമനം ലഭിക്കാത്ത ഒരു സാഹചര്യം. അങ്ങേയറ്റം വൈകാരികമായി തന്നെ ആളുകൾ പെരുമാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സ്കൂളിൽ പോകാൻ വണ്ടിക്കൂലി പോലും ഇല്ലാതെ സഹപ്രവർത്തകരിൽ നിന്നും പണം വാങ്ങി ബസ് കാശിന് പോലും എടുക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ആ കുടുംബം അധ്യാപിക ഉണ്ടായിരുന്നത്. എന്തായാലും കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ വിശദീകരണം, ആദ്യത്തെ സ്കൂളിൽ ഒരു നസ്രത്ത് സ്കൂളിൽ ഒരു ലീവ് വേക്കൻസിയിലാണ് ഈ അധ്യാപിക ആദ്യം ജോലിയിൽ കയറുന്നത്. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു അധ്യാപിക ഒരു ദീർഘനാൾ അവധിയിൽ പ്രവേശിക്കുകയും ആ അവധിയിൽ പ്രവേശിച്ച അധ്യാപിക ഇനി തിരിച്ചു വരില്ല എന്നൊരു കണക്കൂട്ടലുണ്ടായിരുന്നു. പിന്നീട് അനധികൃതമായി അവധി എടുത്തതോടുകൂടി അവരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അത്തരത്തിൽ നീക്കം ചെയ്യുന്ന നടപടികൾ മാനേജ്മെന്റ് കൈക്കൊള്ളുകയും ചെയ്യുന്നു. ഈ ഒഴിവിലേക്കാണ് ലീവ് വേക്കൻസിയിൽ കയറിയ അലീന ടീച്ചറെ നിയോഗിക്കാൻ തീരുമാനമായത്. അതിനുള്ള അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കേട്ടക്കില്ല എന്ന അധ്യാപിക യോഗ്യത നിശ്ചിതയോഗ്യതയെ കേട്ടക്കില്ല എന്ന കാരണത്താൽ നിയമനം നിരസിക്കുന്ന ഒരു നിലപാട് മാനേജ്മെന്റ് കൈക്കൊള്ളുകയുണ്ടായി. അതിനുശേഷം പിന്നീട് ഈ വിദേശത്തേക്ക് പോയി അനധികൃതമായി അവധിയെടുത്ത അധ്യാപിക തിരിച്ചു ജോലിയിൽ പ്രവേശിക്കണമെന്ന് അറിയിക്കുകയും സർക്കാർ തലത്തിൽ അപ്പീൽ നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് പൂർണ്ണമായും ഈ അവധിക്ക് പോയ അധ്യാപികയുടെ വിടുതൽ സ്കൂളിൽ നിന്നും നടക്കാത്ത സാഹചര്യത്തിൽ ഈ അലീന ടീച്ചറെ ഇവിടെ നിയമിക്കാൻ കഴിയില്ല എന്നൊരു കൃത്യമായ നിലപാട് മാനേജ്മെന്റിനെ സർക്കാർ അറിയിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് 13 ലക്ഷം രൂപ കൊടുത്താണ് ഈ ജോലിക്ക് കയറിയതെന്ന് കുടുംബം പറയുന്നു. ഭാരിച്ച തുക നൽകിയ ഒരു സാഹചര്യത്തിൽ ഈ സ്കൂളിലെ നിയമനം ഇനി അനിശ്ചിതമായി സാങ്കേതിക നടപടിക്രമങ്ങളിൽ നൂലാമാലകളിൽപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഉചിതമായ മറ്റൊരിടത്ത് നിയമനം നൽകണമെന്ന ആവശ്യം കുടുംബവും അലീനയും മുന്നോട്ട് വെച്ചു. ഇതേ തുടർന്നാണ് കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിൽ നിയമനം നൽകിയത്. എന്നാൽ ആ സ്കൂളിലെ നിയമനത്തിൽ വലിയ സാങ്കേതിക പിഴവുകൾ ഉണ്ടായി എന്നാണ് DO ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ AE ഓഫീസിൽ നിന്നും അറിയിക്കുന്നതിനെ സംബന്ധിച്ച റിപ്പോർട്ടാണ് മുകൾ തലത്തിലേക്ക് പോയിരിക്കുന്നത്. സെന്റ് ജോസഫ് സ്കൂളിലെ ഒരു അധ്യാപിക വിരമിച്ച ഒഴിവിലേക്കാണ് ഈ അധ്യാപികയെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് നിയോഗിച്ചത്. എന്നാൽ സംവരണ ചട്ടപ്രകാരം മറ്റ് 5 ഭിന്നശേഷിയിലുള്ള അധ്യാപകർക്ക് നിയമനം നൽകിയാൽ മാത്രമേ ഈ താമരശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെന്റിന് ഇനി മറ്റൊരു നിയമനം നടത്താൻ സാധിക്കുള്ളൂ. അതായത് ഈ 5 പേരുടെ നിയമനം നടപ്പിലാക്കും വരെ മറ്റൊരു നിയമനം നടപ്പിലാക്കാൻ ഈ മാനേജ്മെന്റിന് സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. ഇക്കാര്യം മാനേജ്മെന്റിന് കൃത്യമായി അറിയാം എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയും കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂളിലേക്ക് ഈ അലീനയെ സ്ഥലം മാറ്റുകയും അവിടെ തസ്തിക നൽകാമെന്ന വാഗ്ദാനം ചെയ്യുകയുമായിരുന്നു. പക്ഷേ ആ വാഗ്ദാനം പാലിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ ഇനി ജോലി ലഭിക്കുന്നത് സാങ്കേതികമായ നൂലാമാലകളിൽപ്പെട്ട് ഒരുപാട് നീണ്ടുപോകും. ഇത്രയും
ജോലി ചെയ്ത് തനിക്ക് ഇനി ഈ ജോലി സ്ഥിരത കൂടി ഇല്ല എന്ന ഒരു വിധത്തിലേക്ക് എത്തിയപ്പോഴാണ് ആത്മഹത്യ തെരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് നേരത്തെ കുടുംബം പറഞ്ഞിരുന്നത്. എന്തായാലും ഇതിന് എതിർവാദങ്ങളുമായി വിദ്യാഭ്യാസ വകുപ്പാണ് പൂർണ്ണമായും തെറ്റുകാര് എന്നാണ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് പറയുന്നത്. കാരണം ഈ അനധികൃതമായി ജോലിക്ക് കയറാത്ത ഒരു അധ്യാപികയെ KR പ്രകാരമാണ് ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ മാനേജ്മെന്റ് ചെയ്തത്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ സ്കൂളിന്റെ അച്ചടക്കത്തിന് വിരുദ്ധമായി ജോലിക്ക് ഹാജരാവാത്ത ഒരു അധ്യാപികയെ നീക്കം ചെയ്യുന്നുള്ള നടപടികൾ സമയബന്ധിതമായി കൈക്കൊള്ളാതെ വലിച്ചു നീക്കി കൊണ്ടുപോയി, അല്ലെങ്കിൽ അതിന് അംഗീകാരം നൽകാതെ പോയി. അതുകൊണ്ട് തന്നെ മറ്റു ചില അധ്യാപകരുടെ നിയമനം കൂടി തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പൂർണ്ണമായും സർക്കാരിന്റെ ഭാഗത്താണ് പിശക്. ഒപ്പം വികലാംഗ നിയമനം അല്ലെങ്കിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു സാങ്കേതികതകളും വലിയ തിരിച്ചടിയായി മാറിയെന്നാണ് അവർ പറയുന്നത്. എന്തായാലും പരസ്പരമുള്ള വാക്പോര് അല്ലെങ്കിൽ പരസ്പരം ഈ അവരവർ സമർപ്പിച്ച റിപ്പോർട്ടുകളും തങ്ങളുടെ പക്കലുള്ള രേഖകളും ഒക്കെ അടക്കമുള്ള വിശദീകരണങ്ങളായി ഈ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പും മറുവശത്ത് കോർപ്പറേറ്റ് മാനേജ്മെന്റും എത്തുന്നു. എന്തായാലും വാർത്താക്കുറിപ്പുകൾക്കപ്പുറം ബിഷപ്പിന്റെ ഭാഗത്തുനിന്നോ മറ്റൊന്നും ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം, ഒരു പ്രതികരണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അല്പസമയത്തിനകം മൃതശരീരം സംസ്കാരത്തിനായി പുറത്തേക്കെടുക്കും. ഇപ്പോൾ സമീപവാസികളും ആൾക്കാരും സ്കൂളിലെ ആളുകളുമൊക്കെ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷ്, അല്പസമയം മുൻപ് താമരശ്ശേരി രൂപതയുടെ കോർപ്പറേറ്റ് വിഭാഗത്തിന്റെ ഒരു വാർത്താക്കുറിപ്പ്, അവർ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ടല്ലോ. അതിൽ ഈ അലീന ടീച്ചറുടെ നിയമന ഉത്തരവ്, താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നടപടിക്രമം സംബന്ധിച്ചുള്ള ഉത്തരവ്, ഇതൊക്കെ കൃത്യമായും പുറത്തിറക്കിക്കൊണ്ടാണ് താമരശ്ശേരി അതിരൂപത വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അതായത് ഒരു എയ്ഡഡ് സ്കൂൾ, നമുക്കറിയാം എയ്ഡഡ് സ്കൂൾ അധ്യാപികയ്ക്ക് അത് നിയമനം നൽകേണ്ടത്, ശമ്പളം നൽകേണ്ടതൊക്കെ സർക്കാരാണ്. മാത്രമല്ല ഈ സമീപകാലത്ത് അധ്യാപകരുടെ നിയമനം മരവിപ്പിച്ചൊരവസ്ഥയുണ്ട്. ഇതിനെതിരെ നേരത്തെ മുതൽ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവിധ മാനേജ്മെൻറ്റുകൾ, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭ ഉൾപ്പെടെയുള്ള മാനേജ്മെൻറ്റുകൾ പ്രതിഷേധമുയർത്തുന്നുണ്ട്. സർക്കാരിൻ്റെ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് സർക്കാർ ഈ മാനേജ്മെൻറ്റുകൾ പറയുന്നത്. ഒരു പരിധിവരെ അത് ശരിയല്ലേ? കാരണം ഇവിടെ നിയമനം നൽകേണ്ടതും ശമ്പളം നൽകേണ്ടതുമൊക്കെ ഈ വിദ്യാഭ്യാസ വകുപ്പായിരുന്നില്ലേ? ടോം, രണ്ട് തരത്തിലാണ് ഇതിൽ കുഴപ്പമുണ്ടായിരിക്കുന്നത്. ഒന്ന്, ഒരു പ്രതീക്ഷിത അവധി പ്രതീക്ഷിത നിയമനം എന്ന രീതിയിലാണ് ഇത്തരം ഒരു നിയമനം നടത്തിയത്. കാരണം ഈ ആദ്യം ജോലി ചെയ്ത പട്ടിപ്പാറ സ്കൂളിലെ ഒരു അധ്യാപിക അവധിയിൽ പോകുന്നു, അവർ അനിശ്ചിതകാലത്തേക്ക് അവധിയാവുന്നു. അതുകൊണ്ട് ആ അവധിയിൽ പോകുമ്പോൾ അവർ ജോലിയിൽ നിന്നും പിന്മാറും എന്നൊരു കണക്കൂട്ടൽ സ്കൂൾ അധികൃതർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അവർ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ അവർ അവധിയെക്കുറിച്ചുള്ള കൃത്യമായ വിശദീകരണം സ്കൂൾ അധികൃതർക്ക് നൽകിയില്ല. അതായത് അനധികൃത അവധിയായി ഇത് മാറുന്നു. അങ്ങനെ സ്വയമേവ ഈ സ്കൂൾ അധികൃതർ ഈ അധ്യാപിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുകയും ആ സ്ഥാനത്തേക്ക് അലീനയെ നിയമിക്കുകയുമായിരുന്നു. അതായത് സർക്കാരിന്റെ ഒരു നിയമന അംഗീകാരത്തിന് വിധേയമായല്ല അത്തരമൊരു നിയമനം നടത്തിയത്. സർക്കാർ പൂർണ്ണമായും ഒരു വിടുതൽ നൽകിയിരുന്നില്ല. ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപിക ഒരിടത്ത് ജോലി ചെയ്യുമ്പോൾ അവർക്ക് പൂർണ്ണമായും വിടുതൽ നൽകിയ ശേഷമാവണം അടുത്ത ഒരു അധ്യാപികയെ നിയമിക്കാൻ. ഇക്കാര്യത്തിൽ ഈ സ്കൂൾ അധികൃതർക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഒരു വീഴ്ചയുണ്ടായി. പൂർണ്ണമായും ഒരു വിടുതൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ ഈ സർക്കാരാണ് ആ ശമ്പളം നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അത് പൂർത്തിയാക്കാതെയാണ് പുതിയ ഒരു ആളെ ആ തസ്തികയിലേക്ക് നിയമിക്കാൻ ഉദ്ദേശിച്ചത്. ഒപ്പം നേരത്തെയും ഈ നിയമനത്തിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അന്ന് ഈ അധ്യാപികയ്ക്ക് കൃത്യമായ യോഗ്യതയില്ല. കേട്ടക്ക് നേടിയാൽ മാത്രമാണ് സർക്കാർ തലത്തിലെ അല്ലെങ്കിൽ എയ്ഡഡ് തലത്തിലെ അധ്യാപിക മാറാൻ കഴിയുക. അത്തരമൊരു യോഗ്യത ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് 2020 ഈ അധ്യാപിക നേടുന്നത്. ആദ്യഘട്ടത്തിൽ ഈ യോഗ്യത ഇല്ലെങ്കിലും നിശ്ചിത സമയത്തിനുള്ളിൽ നേടിക്കൊള്ളാം എന്ന് പറഞ്ഞാണ് യോഗ്യത ഈ ജോലിക്ക് കയറിയതെന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ തന്നെ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ആദ്യ പിഴവ് വന്നത് ഈ പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ അധ്യാപിക അവിടെ നിന്നും മാറി അല്ലെങ്കിൽ അവരുടെ വിടുതൽ നടപടികൾ പൂർത്തിയായി എന്ന് കരുതി നിയമനം നൽകിയതാണ്. പക്ഷേ സാങ്കേതികമായ അല്ലെങ്കിൽ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ ഈ നിയമനം അംഗീകരിക്കാൻ കഴിയാതെ വന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് ഈ നിയമനം അംഗീകരിച്ചില്ല എന്നാണ് ഉപവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. രണ്ട്, ഈ സാങ്കേതിക
നടപടിക്രമങ്ങൾ ഇങ്ങനെ അനിശ്ചിതമായി നീങ്ങുമ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്നു. ഈ മറ്റൊരു സ്കൂളിൽ, അതായത് വീടിന് തൊട്ട് അടുത്തുള്ള കോടഞ്ചേരി സ്കൂളിലേക്ക് മാറ്റുന്നുണ്ട്. പക്ഷെ അവിടെ മാറ്റുമ്പോൾ ഒരു അധ്യാപിക വിരമിച്ച ഒഴിവിലേക്കാണ് അവിടേക്ക് മാറ്റിയത്. പക്ഷെ അവിടെയും പ്രതിസന്ധി ഉള്ളത് എന്തെന്ന് വെച്ചാൽ അവിടുത്തെ നിയമനം അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യം. വിരമിച്ച അധ്യാപികയ്ക്ക് പകരമായി കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ റൊട്ടേഷൻ അനുസരിച്ച് 5 അധ്യാപകരെ ഭിന്നശേഷി വിഭാഗത്തിലുള്ള അധ്യാപകരെ നിയമിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ മറ്റൊരു തരത്തിലുള്ള സാധാരണ ഗതിയിലുള്ള അധ്യാപകരെ നിയമിക്കാൻ കഴിയുകയുള്ളൂ. ഇത് കോർപ്പറേറ്റ് മാനേജ്മെന്റിന് അറിയാം. കാരണം സംവരണ തത്വം പാലിച്ച് ആ വേക്കൻസികൾ പൂർണ്ണമായി നികത്തിയ ശേഷം മാത്രമേ മറ്റൊരു സാധാരണ ഗതിയിലുള്ള അധ്യാപികയിലേക്കോ അധ്യാപകനിലേക്കോ പോകാൻ കഴിയുകയുള്ളൂ. അക്കാര്യം മാനേജ്മെന്റിന് അറിയാം എന്നാണ് ഉപവിദ്യാഭ്യാസ ഓഫീസർ പറയുന്നത്. പക്ഷേ ഇക്കാര്യം പറയാതെ തന്നെ ഇവിടെ ഒരു വേക്കൻസി വന്നിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഈ കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലേക്ക് ഈ അധ്യാപികയെ മാറ്റുകയായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായും കാര്യങ്ങൾ മറച്ചുവെച്ച് മാറ്റുന്നു. ഒരു തരത്തിലും ഉടനെയൊന്നും നിയമനം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വേക്കൻസിയാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അക്കാര്യം ഈ വിശദീകരണത്തിലും രൂപത നൽകുന്നില്ല. ഒപ്പം പണം വാങ്ങിയാണ് നിയമനം നടത്തിയതെന്ന് രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോഴും ഈ പെൺകുട്ടിയുടെ ഈ ടീച്ചറുടെ അച്ഛൻ പറഞ്ഞു 13 ലക്ഷം രൂപ വാങ്ങിയാണ് നിയമനം നടത്തിയത്. ഇതിന് എവിടുന്ന് തെളിവ്? ആ പണം നേരിട്ട് ഓഫീസിൽ കൊടുക്കുകയും ആ പണം വാങ്ങിവെക്കുകയും ആ ജോലിക്ക് കയറാൻ പറയുകയുമായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു തെളിവുകളൊന്നും സഹിതമല്ല ആ പണം കൊടുത്തതെന്നാണ് ആ കുടുംബം പറയുന്നത്. ഇത്ര വലിയൊരു പണം ഈ 5 വർഷം മുമ്പ് 15 ലക്ഷം രൂപ നൽകുക, 1 രൂപ പോലും ശമ്പളം എന്ന രീതിയിൽ ലഭിക്കാതെ വരിക, സഹായധനം മാത്രം ലഭിക്കുക, ഒപ്പം കൂടെ ജോലി ചെയ്യുന്ന സഹായധനം മാത്രം ലഭിക്കുക, ഒപ്പം കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ കാരുണ്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക, ഇതൊക്കെ ഒരു വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് അവരെ നയിച്ചിരിക്കാം. എന്തായാലും സർക്കാരും ഈ മാനേജ്മെന്റും 2 വാദങ്ങൾ പറയുന്നു. അവർ 2 കൂട്ടരും പരസ്പരം അവരുടെ വാദമുഖങ്ങൾ പറഞ്ഞ് നേടാൻ ശ്രമിക്കുന്നു. പക്ഷേ ജീവൻ നഷ്ടമായത് ഒരു അധ്യാപികയ്ക്കാണ്. ഇത്തരത്തിൽ ഒരുപാട് അധ്യാപികമാരും അധ്യാപകരും ഒക്കെ നാട്ടിലുണ്ട്. ഈ സാങ്കേതികമായ നടപടിക്രമങ്ങൾ മൂലം അധ്യാപികയുടെ ജീവൻ ആണ് ഇവിടെ നഷ്ടപ്പെട്ടത്. ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്? മാനേജ്മെന്റിന്റെ ഭാഗത്താണോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്താണോ? എന്തായാലും ഇത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഈ അധ്യാപികയുടെ മരണ കുടുംബത്തെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. ഇവിടെ ശമ്പളം അവർക്ക് കിട്ടിയില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷെ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായതെന്നത് കണ്ടെത്തണം.